ഹായ് ഗായ്സ്, അന്യോങ്. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മൾ കൊറിയയിലൊക്കെ വൈറലായിട്ടുള്ള 15 സ്റ്റെപ്പ് ഹെയർ സ്പാ ചെയ്യാൻ പോവാണ്. ഇത് ഗംഗ്നം സ്റ്റൈൽ, അവിടെയാണ് ഈ ഒരു ബ്യൂട്ടി ലാബ് ഉള്ളത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് ഇപ്പോൾ പോകുന്നത്. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഈ ഒരു 15 സ്റ്റെപ്പ് വൈറൽ ഹെയർ സ്പാ എങ്ങനെയുണ്ട്, അത് ആ ഒരു ഹൈപ്പ് അതെങ്ങനെയുണ്ടെന്ന് ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസൊക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ ഓരോ 15 സ്റ്റെപ്പിനോ ഓരോ സ്റ്റെപ്പും എങ്ങനെയുണ്ടെന്നും ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. ഗായ്സ്, നമ്മളങ്ങനെ ഓൾമോസ്റ്റ് ഇവിടെ എത്തി. ഞാൻ എന്നത്തെയും പോലെ ഇന്നും മാപ്പ് എനിക്ക് ശരിക്കുള്ള ഡയറക്ഷൻ കാണിച്ചു തരണ്ടായിരുന്നില്ല. സോ ഞാൻ ഒരാളോട് ചോദിച്ച് ഹാക്ചൂൺ ബ്യൂട്ടി ലാബ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ നമ്മളിവിടെ എത്തി. ഐ എം എക്സൈറ്റഡ്. കൊറിയയിൽ വന്നതിൻ്റെ ശേഷം എൻ്റെ ഹെയർ ഭയങ്കര കേട് വന്നു. ഹെയർ ഫോള്, എനിക്ക് തോന്നുന്നു എൻ്റെ ഹെയറിൻ്റെ വോളിയം പകുതിയായി ഓൾറെഡി. പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പം കെരാറ്റിൻ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്താണ് വന്നത്. ബട്ട് സ്റ്റിൽ എൻ്റെ ഹെയർ ഭയങ്കര ഡ്രൈ ആയി, ഡാൻഡ്രഫ് പ്രോബ്ലം ഉണ്ട്. സോ അങ്ങനെ കുറേ പ്രോബ്ലംസ് ഉണ്ട്. സോ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് മേ ബി ഒരു ഹാഫ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നമുക്ക് പോയി നോക്കാം. ഐ എം റിയലി എക്സൈറ്റഡ്. സോ ലെറ്റ്സ് ഗോ ആൻഡ് സീ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മൈക്രോസ്കോപ്പിക് കൺസൾട്ടേഷൻ ആൻഡ് ഡയഗ്നോസിസ് ആയിരുന്നു. ഈ ഒരു സ്റ്റെപ്പിൽ അവർ നമ്മുടെ സ്കാൽപ്പ് ചെക്ക് ചെയ്യും. അത് എത്രത്തോളം ഡ്രൈ ആണ്, അല്ലെങ്കിൽ പ്രോബ്ലംസ് ഉണ്ടോ ഇല്ലേ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് അതിനനുസരിച്ച് നമുക്കൊരു ട്രീറ്റ്മെൻറ്റ് ചൂസ് ചെയ്യും. ഒരു ഹെൽത്തി സ്കാൽപ്പും എൻ്റെ സ്കാൽപ്പും തമ്മിലുള്ള ഡിഫറൻസ് കാണിച്ചപ്പോഴുള്ള എൻ്റെ ഒരു ഞെട്ടലാണ് നിങ്ങളെ കാണുന്നത്. സത്യം പറഞ്ഞാൽ അത് കണ്ട് ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചു പോയി. എൻ്റെ സ്കാൽപ്പ് ഭയങ്കര ഡ്രൈ ആയിരുന്നു, മെയിൻലി ഈ ഒരു മേലുള്ള ഭാഗത്ത്. അവരെനിക്ക് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് എൻ്റെ ഒരു കണ്ടീഷൻ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. അതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോവാണ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലീനിങ് ആൻഡ് എക്സ്ഫോളിയേറ്റിംഗ് ആണ്. അതിനുവേണ്ടി അവർ യൂസ് ചെയ്യുന്നത് നാച്ചുറൽ അരോമ ഓയിലാണ്. അപ്പോൾ ആദ്യം അവർ ഈ ഒരു ഓയിൽ എൻ്റെ തലയിൽ അപ്ലൈ ചെയ്തു. തേർഡ് സ്റ്റെപ്പിൽ ഗാൽവാനിക് സീലിംഗ് ബ്രഷ് ഉപയോഗിക്കും. ഇതിൽ റെഡ് LED ഉണ്ട്, ബ്ലൂ LED ഉണ്ട്. റെഡ് LED എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷന്, അതായത് ബ്ലഡ് വെസൽസിനെ എക്സൈറ്റ് ചെയ്യും, എന്നിട്ട് ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യും. ബ്ലൂ LED ആണെങ്കിൽ ഓപ്പൺ ആയിട്ടുള്ള ബ്ലഡ് വെസൽസിനെ സൂത്ത് ആൻഡ് മോയ്സ്ചറൈസ് ചെയ്യും. ഈ ഒരു സ്റ്റെപ്പിൽ അവർ നമ്മുടെ തലയിൽ ഒരു സ്ക്രബ് യൂസ് ചെയ്യും. അത് നമ്മുടെ സ്കാൽപ്പിനെ ഡീടോക്സിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു കൂളിംഗ് സെൻസേഷൻ നമ്മുടെ തലയിലുള്ള ഇൻഫ്ലമേഷൻ പ്രോബ്ലംസ് ഒക്കെ കുറയ്ക്കും. അങ്ങനെ അറ്റ് ദ എൻഡ് നമുക്കൊരു ഹെൽത്തി സ്കാൽപ്പ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഫിഫ്ത്ത് സ്റ്റെപ്പ് തെറാപ്യൂട്ടിക് സ്റ്റീം മിസ്റ്റ് ആണ്. ഇത് നമ്മുടെ സ്കാൽപ്പിനെ റിലാക്സ് ചെയ്യിപ്പിക്കും. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റീം മിസ്റ്റ് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് വേണ്ടി നമ്മുടെ സ്കാൽപ്പിനെ പ്രിപ്പയർ ചെയ്യും. ഈ ഒരു സ്റ്റെപ്പ് എനിക്ക് ഭയങ്കര ഫാൻസി ആയിട്ടാണ് തോന്നിയത്. നമ്മുടെ ഈ കൈലാസനാഥൻ സീരിയലൊക്കെ കാണുമ്പോൾ ബാക്കിൽ നിന്ന് ഗോഡൊക്കെ വരുമ്പോൾ ഒരു ഇങ്ങനെ മിസ്റ്റ് ഫീലിംഗ് ഉണ്ടാവില്ല, ആ ഒരു ഫീലിംഗ് ആയിരുന്നു എനിക്ക് ഫുള്ള്. ഇറ്റ് വാസ് റിയലി ഫൺ. നെക്സ്റ്റ് അവർ നമ്മുടെ നെക്കിൽ ഒരു ഓയിൽ അപ്ലൈ ചെയ്യും, എന്നിട്ട് നല്ല മസാജ് ചെയ്യും. ഈ മസാജ് ചെയ്യുമ്പം കുറച്ചൊരു വേദന ഉണ്ടായിരുന്നു. അത് മേ ബി എൻ്റെ നെക്കിൽ കുറച്ച് വേദന ഓൾറെഡി ഉള്ളത് കാരണമായിരിക്കും. ആൻഡ് ദെൻ അവർ സക്ഷൻ മെഷീൻ ഉപയോഗിച്ചിട്ട് നമ്മുടെ മസിൽ റിലാക്സ് ചെയ്യും. ഈ ഒരു സ്റ്റെപ്പിലൂടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ നെക്കിലുള്ള ടെൻഷൻ റിലീസ് ചെയ്യുക, ബ്ലഡ് വെസൽസിലുള്ള വേസ്റ്റ് എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. ഇതൊരു വേദന ഇല്ലാത്ത പ്രോസസ്സാണ് കേട്ടോ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു റിലാക്സിങ് ഹോട്ട് ടവൽ എക്സ്പീരിയൻസ് ആണ്. അതൊന്നിനുമല്ല, നമ്മളെ ജസ്റ്റ് ഒരു പാമ്പേർഡ് ഫീലിംഗിൽ തരാൻ വേണ്ടിയിട്ട് മാത്രമാണ്. സത്യം പറഞ്ഞാൽ അത് നല്ലൊരു സുഖമുള്ളൊരു സംഭവമായിരുന്നു. നെക്സ്റ്റ് അവർ നമ്മുടെ തലയിൽ ഷാംപൂ അപ്ലൈ ചെയ്തു. ഷാംപൂ അപ്ലൈ ചെയ്തതിന് ശേഷം വൈറ്റ് സ്റ്റിക്ക് ട്രീറ്റ്മെന്റ് ആണ് ചെയ്തത്. ഈ ഒരു സ്റ്റിക്കിന്റെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് പോലും നമ്മുടെ തലയിലുള്ള മെറ്റൽ കോമ്പണൻസ് ഒക്കെ അട്രാക്ട് ചെയ്തിട്ട് കളയുമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഈ ഒരു ഹോൾ പ്രൊസീജിയറിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്റ്റെപ്പാണ്
തോഹി സ്പാ ബെഡ് റിലാക്സേഷൻ. അതിനുവേണ്ടി അവർ നമ്മളൊരു ബെഡിൽ കിടത്തും. ഈ ബെഡ് ഒരു സാധാരണ ബെഡല്ല, അതിൻ്റെ താഴെ കുറേ സർക്കുലർ മോഷനിൽ മൂവ് ചെയ്യുന്ന സംഭവങ്ങളുണ്ട്. അത് നമ്മുടെ ബാക്കിന് നന്നായിട്ട് മസാജ് ചെയ്ത് തരും. നമ്മുടെ ബാക്കിൽ എന്തെങ്കിലും ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ അത് റിലീസ് ചെയ്ത് നമുക്ക് നല്ലൊരു റിലാക്സേഷൻ തരും. അതിൻ്റെ കൂടെ അവർ നമ്മുടെ തല ഒന്നും കൂടെ ഇളം ചൂടുവെള്ളത്തിൽ ഷാമ്പൂ ഒക്കെ ഇട്ട് നന്നായിട്ട് കഴുകും. അതിൻ്റെ ശേഷം നമ്മുടെ തലയിൽ ഇളം ചൂടുവെള്ളം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒഴുകി വിടുന്ന പോലെ വെച്ചിട്ട് പോവും. ഇത് നമ്മളൊരു 15 മിനിറ്റ്സ് ഈ ബെഡിൽ കിടക്കും. നല്ല സുഖമാണ്. ഇതിൻ്റെ കൂടെ കണ്ണിലൊരു ഐ പാച്ചും വെച്ചിട്ടുണ്ടാവും. 15 മിനിറ്റ്സ് നമ്മളിങ്ങനെ റിലാക്സ്ഡ് മ്യൂസിക്കിൽ നല്ല മസാജൊക്കെ ചെയ്തിട്ട് തലയിൽ ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് ഇങ്ങനെ കിടക്കാം. ഇത്രയും നല്ല സുഖമുള്ളൊരു സ്പാ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ചെയ്തിട്ടില്ല. അതിൻ്റെ ശേഷം അവർ വന്നിട്ട് തല ഒന്നും കൂടെ കഴുകും. എന്നിട്ട് തുടച്ചതിൻ്റെ ശേഷം നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് മൂവ് ചെയ്യും. എനിക്കിവിടെ കിടന്നപ്പോൾ എന്താ ഓർമ്മ വന്നതെന്ന് അറിയോ, ഈ കടയിലൊക്കെ സ്റ്റാച്ചു വിൽക്കാൻ വെക്കാറില്ലേ, ബുദ്ധേൻ്റെ ഒക്കെ തലയിലൂടെ കുറേ വെള്ളം ഒഴിച്ചിട്ട്, എനിക്ക് ആ ഒരു സംഭവമാണ് ഓർമ്മ വന്നത്. അത് കഴിഞ്ഞപ്പോൾ അവരെൻ്റെ സ്കാൽപ്പ് ഒന്നുകൂടെ ഡയഗ്നോസിസ് ചെയ്തു. ഇപ്പം എൻ്റെ സ്കാൽപ്പ് നല്ല ബെറ്റർ ആയിട്ടുണ്ട്. നെക്സ്റ്റ് അവരെൻ്റെ തലയിൽ ഹെയർ ഗ്രോത്ത് ടോണിക് അപ്ലൈ ചെയ്തു. ഒബ്വിയസ്ലി അത് ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനുള്ളതായിരുന്നു. അത് കഴിഞ്ഞിട്ട് ടീ സ്റ്റിക്ക് ഇൻഫ്യൂഷനാണ്. അതിലൂടെ നമ്മുടെ തലയിൽ ഇപ്പോൾ അപ്ലൈ ചെയ്തിട്ടുള്ള ഹെയർ ഗ്രോത്ത് ടോണിക് ഉണ്ടല്ലോ, അതിൻ്റെ അബ്സോർപ്ഷൻ കുറച്ചും കൂടെ നന്നായിട്ട് ആവാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഈ ഒരു ഹോൾ പ്രോസസ്സിൻ്റെ 14 സ്റ്റെപ്സ് കഴിഞ്ഞു. നെക്സ്റ്റ് 15th സ്റ്റെപ്പാണ്. 15th സ്റ്റെപ്പിൽ അവർ നമ്മുടെ ഹെയർ സ്റ്റൈൽ ചെയ്യാണ് ചെയ്യുക. അറ്റ് ദി എൻഡ് രണ്ടുപേരും കൂടെ എൻ്റെ തലയിൽ താജ്മഹൽ പണിയുന്ന ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നെങ്കിലും ഫൈനലി എൻ്റെ മുടി നല്ല രസമായിരുന്നു കാണാൻ. ഞാൻ ഇവിടുന്ന് പോയപ്പോൾ എൻ്റെ ഹെയർ ഭയങ്കര ഡ്രൈ ആയിരുന്നല്ലോ. ഇത് കഴിഞ്ഞപ്പോൾ നല്ല സോഫ്റ്റ് ആൻഡ് ഹെൽത്തി ലുക്കായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഏകദേശം 8 മണി 8:30 ആയിട്ടുണ്ടായിരുന്നു. ഗൈസ്, ഞാൻ ഇപ്പോൾ ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞിറങ്ങിയുള്ളൂ. മൈ ഹെയർ ലുക്സ് സോ ഗുഡ് ആൻഡ് ദ പ്രോസസ് വാസ്, ഓ മൈ ഗോഡ്, ഇറ്റ് വാസ് സോ ഗുഡ്. ഐ വിൽ എക്സ്പ്ലെയിൻ മോർ. ഓക്കെ, ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിരുന്നിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ബട്ട് ദ എക്സ്പീരിയൻസ് വാസ് സോ ഗുഡ്. ഐ ലവ് ഇറ്റ്. ഇന്നെൻ്റെ ഫസ്റ്റ് കൊളാബറേഷൻ ആയ കാരണം എനിക്ക് നല്ല ഫുഡ് കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ വന്നു. പക്ഷേ കിംപാബാണ് ഞാൻ ഓർഡർ ചെയ്തത്. അതെൻ്റെ ഫേവറേറ്റ് ഫുഡല്ല. പക്ഷേ ഈ കടയിൽ പൊതുവേ നല്ല ഫുഡായ കാരണം കിംപാബ് കുറച്ച് നല്ലതായിരിക്കും ഞാൻ വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ്. ഇത് തൊങ്കാസ് കിംപാബാണ്. ആദ്യത്തെ പീസിൽ തന്നെ കുറേ വെജിറ്റബിൾസും തൊങ്കാസും അതും ഇതുമൊക്കെ വെച്ച് ഭയങ്കര വലിയ പീസായിരുന്നു. ഞാൻ വായിൽ വെക്കാൻ നോക്കിയിട്ട് അത് പറ്റിയില്ല. പകരം അത് താഴെ വീണു. അത് വീണ ഷോക്കിൽ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ ചോപ്സ്റ്റിക്കും താഴെ വീണു. മൊത്തത്തിലൊരു ബഹളമായിരുന്നു സത്യം പറഞ്ഞാൽ. അങ്ങനെ ഞാൻ വാങ്ങിച്ച കിംപാബിൻ്റെ ഒരു പകുതി കഴിച്ച് ബാക്കി ഞാൻ പാഴ്സലാക്കി എടുത്തു. എനിക്ക് ഫുള്ള് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇതിൻ്റെ ഏകദേശം വില വരുന്നത് 4001 ആണ്. നമ്മുടെ ഒരു 240 രൂപ. പോകുന്ന വഴിക്ക് ഞാൻ ഒരു ഐസ്ക്രീം വാങ്ങിച്ചു എൻ്റെ ഒരു സന്തോഷത്തിന്. ഗൈസ്, ഞാനപ്പോൾ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ വീട്ടിലെത്തി. ലുക്ക് അറ്റ് മൈ ഹെയർ. ഭയങ്കര സോഫ്റ്റായി ഹെയർ. ബാക്ക് ടു മൈ ബ്യൂട്ടിഫുൾ ഹെയർ. ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പം എൻ്റെ ഹെയർ നല്ല ഹെയർ ആയിരുന്നു. ഓക്കെ, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഹെയർ ആയിരുന്നു. പക്ഷേ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ വെള്ളം ഭയങ്കര ഹാർഡാണ്. എൻ്റെ മുടി ഞാൻ ഇവിടെ വന്നതിൻ്റെ ശേഷം ഒരു ഹാഫായിട്ട് വോള്യൂം ഭയങ്കരമായിട്ട് കുറഞ്ഞു. പിന്നെ ഭയങ്കര ഡ്രൈ ആയി. ഞാൻ ചെയ്ത കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റൊക്കെ വേസ്റ്റ് ആയിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും എൻ്റെ ഹെയർ ഡാമേജ്ഡ് ആയി. അപ്പോഴാണ് എൻ്റെ അടുത്ത് ഈ പാക്ക് ബ്യൂട്ടി ലാബ് ഇൻ ഗംഗ്നം, ഓക്കെ, കൊറിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന 15 സ്റ്റെപ്സ് ഹെയർ സ്പാ, അത് ഇവരാണ് ചെയ്തു കൊടുക്കുന്നത്. അവരെന്നെ ഇൻവൈറ്റ് ചെയ്തത്. ഇറ്റ് വാസ് സച്ച് എ നൈസ് എക്സ്പീരിയൻസ്. അവർ ട്രീറ്റ് ചെയ്യുന്ന രീതിയാണെങ്കിലും നമുക്ക് കാര്യങ്ങൾ ചെയ്തു തരുന്നതാണെങ്കിലും എല്ലാം അടിപൊളിയായിരുന്നു. നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ കണ്ടില്ലേ അവരെൻ്റെ സ്കാൽപ്പ് ചെക്ക് ചെയ്യുന്നത്? അത് കണ്ടപ്പോൾ ഐ വാസ് റിയലി സ്കാഡ്. കാരണം എൻ്റെ സ്കിൻ അത്രയും ഡ്രൈ ആയിരുന്നു. ആൻഡ് ഓ മൈ ഗോഡ്, ഞാൻ സത്യം പറഞ്ഞാൽ പേടിച്ചു പോയി. ബിക്കോസ് മേ ബി കുറച്ചും കൂടെ കഴിഞ്ഞാൽ എനിക്ക് മുടി ഉണ്ടാവില്ല എന്ന് തോന്നിപ്പോയി എനിക്ക്. ഞാൻ ഓൾറെഡി ഇവിടെ പേടിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. ബിക്കോസ് ഡെയിലി എൻ്റെ ഹെയർ പോകുന്നത് ദാറ്റ് മച്ച്. ഓക്കെ, സോ യാ, എനിവേ ദിസ് എക്സ്പീരിയൻസ് വാസ് റിയലി ഗുഡ്. ഓക്കെ, സോ നിങ്ങൾ കൊറിയയിൽ വരികയാണെങ്കിൽ ഈ ഒരു 15 സ്റ്റെപ്പ് ഹെയർ സ്പാ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി റിയലി എ ഗുഡ് എക്സ്പീരിയൻസ്. ചുമ്മാ പോയി ചെയ്യണമെന്ന് ഞാൻ പറയില്ല. ബിക്കോസ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 11,000 റുപ്പീസാണ്.
ബട്ട് ഇറ്റ്സ് വർത്ത് എ ട്രൈ. നിങ്ങൾക്ക് നിങ്ങളുടെ സ്കാൽപ്പ് കുറച്ചും കൂടെ ഒക്കെ സ്കാൽപ്പിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ, അതിനെന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് അറിയണമെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. ആൻഡ് ഇൻസ്റ്റഗ്രാമിൽ അവരുടെ പേജ് ഉണ്ട്. ഇറ്റ്സ് റിയലി ഗുഡ്. ആൻഡ് ആ ഒരു മസാജൊക്കെ ഉണ്ടല്ലോ, എൻ്റെ ബാക്കിലുള്ള മസാജൊക്കെ ഐ റിയലി നീഡഡ് ഇറ്റ്. ഞാൻ ഇവിടെ വന്നതിന് ശേഷം എക്സസൈസ് ചെയ്യാറില്ല. ആൻഡ് എൻ്റെ ബാക്കൊക്കെ ഭയങ്കര പെയിൻഫുൾ ആൻഡ് ഭയങ്കര ഒരു ഇങ്ങനെയായിരുന്നു. സോ ഐ ഫീൽ റിലാക്സ്ഡ് നൗ. സോ ഓവറോൾ ഇതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് വേറെന്താ, സോ നിങ്ങൾക്ക് കൊറിയയിൽ വരികയാണെങ്കിൽ യു മസ്റ്റ് ട്രൈ ദിസ്. സോ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ദിസ് ഈസ് നോട്ട് എ ഫൺ വീഡിയോ. നിങ്ങൾക്ക് ഇതെൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഇതെൻ്റെ ഫസ്റ്റ് കൊളാബറേഷൻ വീഡിയോ ആണ്. ആൻഡ് ഐ ഹാഡ് സോ മച്ച് ഫൺ. ആൻഡ് പോകുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് നെർവസ് ആയിരുന്നു. കാരണം ആദ്യത്തെ കൊളാബറേഷൻ അല്ലേ, ആൾക്കാർ എങ്ങനെയാണ് എൻ്റെ അടുത്ത് പെരുമാറുമെന്ന് എനിക്ക് അറിഞ്ഞൂടല്ലോ. സോ ഐ വാസ് ലിറ്റിൽ നെർവസ്, ബട്ട് ഇറ്റ് വാസ് ഫൈൻ. ഐ വാസ് ഗുഡ്. തംസ് അപ്പ് ടു മീ. എനിവേ, സോ ഈ വീഡിയോയിൽ ഇന്ന് അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇതുവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്. ആൻഡ് പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. നിങ്ങളുടെ ഓരോ സപ്പോർട്ടും വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് I love you guys. Bye-bye. See you in the next video.